ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് വീഡിയോ അല്ല, പക്ഷേ ഡ്രാഫ്റ്റ്സ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ പുറത്തുനിന്ന് പോസ്റ്റ് ചെയ്തേക്കാം. നമ്മൾ എൻ്റെ വീട്ടിലോട്ട് ഓണത്തിന് പോകാൻ കേട്ടോ. അവിടെ ചെല്ലുമ്പം ഇതാണ്, ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. ഇതെൻ്റെ കല്ലു നന്ദുവാണ്, എൻ്റെ ജീവനാണ് ഇവർ രണ്ടുപേരും. ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കുരുപ്പുകളാണ് ഇവർ. കല്ലുവിനെ താലോലിക്കുന്ന നന്ദുവിനും നന്ദുവിനെ താലോലിക്കുന്ന കല്ലുവിനും ഇഷ്ടമല്ല. രണ്ടുപേരും കൂടി വാശിയാണ്, എൻ്റെ മടിയിൽ ആരിരിക്കും, ഞാൻ ആരെ കൊഞ്ചിക്കും എന്നുള്ളൊരു വാശിയിലാണ് അവർ. എനിക്കും അതുപോലെ തന്നെ എത്ര കൊഞ്ചിച്ചാലും എത്ര ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ് ഇവരിങ്ങനെ പുന്നാരിപ്പിച്ചിരിക്കുക എന്നുള്ളത്. അതൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. ഇവർ വന്നിട്ട് കുറേ വർഷമായി കേട്ടോ. 2014 കല്ലുവാണ് വരുന്നത് നമുക്ക് ആദ്യം. അവളെയാണ് നമ്മൾ ആദ്യം വാങ്ങുന്നത്. പിന്നെ കല്ലുവിന് ഉണ്ടായ മോനാണ് നന്ദു. ഇവർ ശരിക്കും വെക്കേഷൻ പോടാട്ടോ കുട്ടികൾ. അവർ പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുവാണ്. പിന്നെ പിറ്റേ ദിവസം ഞാൻ ചെയ്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇവന്മാർ രണ്ടുപേരും കുളിപ്പിക്കുക എന്നുള്ളത്, കല്ലുവിനെയും നന്ദുവിനെയും. ഞാൻ ശരിക്കും ഓർത്തു ഇവർ ഓടി മാറുമെന്ന്. പക്ഷേ പാവങ്ങൾ ഒരു പ്രശ്നമില്ലാതെ ഒരിത്തിരി പോലും ബഹളം വയ്ക്കാൻ നിന്ന് തന്നു കേട്ടോ. അപ്പം ഞാനും കുഞ്ഞും കൂടെ രണ്ടുപേരെയും കുളിപ്പിച്ച് മിടുക്കന്മാരാക്കി. ഇവർ പിന്നെയും ഗെയിംസിലോട്ട് കടന്നു അവരുടെ. ഇത് നിങ്ങൾക്കറിയാമോ ഇതെന്ത് കളിയാണെന്ന് ഇവർ കളിക്കുന്നത്? ഈ സേഫ്റ്റി പിൻ ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നിട്ടൂലി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം. അത് അങ്ങനെ ഒരു കളിയാണ് ഈ കളിക്കുന്നത്. നമ്മളൊരിടത്ത് കൊണ്ട് സേഫ്റ്റി പിൻ ഒളിപ്പിച്ച് വയ്ക്കും, എന്നിട്ട് ചൂടാണോ തണുപ്പാണോ എന്നിങ്ങനെ പറയും. പണ്ട് കുഞ്ഞു നാളിലൊക്കെ കളിച്ചിട്ടുള്ള കളിയാണ്. പക്ഷെ ഇവരിങ്ങനെ ഇത് കളിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും മിസ് ചെയ്തതേ. ഇത്രയും വലുതായെങ്കിലും ചെറിയ ഒച്ചാട്ടം എൻ്റെ അമ്മു കിട്ടിയ പിന്നും കൊണ്ട് എന്ത് എക്സൈറ്റഡ് ആയിട്ടാന്ന് നോക്കിയാൽ ഓടി വന്നേക്കുന്നത്. അങ്ങനെ പിള്ളേരുടെ സൈഡിൽ കൂടി അവരുടെ ലോകത്ത് കളിയൊക്കെ നടക്കുവാണ്. രണ്ടമ്മമാരും കൂടി ഫുഡൊക്കെ റെഡിയാക്കി. അപ്പം ഞാനും അച്ഛയും കൂടെ നമ്മൾ ഇലയൊക്കെ വെട്ടാനായിട്ട് നിൽക്കുക കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് സദ്യ കഴിക്കണ്ടേ, എല്ലാവർക്കും തൂഷനില വേണം, അച്ചായിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഇലയൊക്കെ വെട്ടി രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ. ചില സമയത്ത് ഓർക്കും ഞാൻ വീട്ടിൽ തന്നെ നിന്നാലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇലയൊക്കെ വെട്ടി നമ്മളെല്ലാവരും കൂടി സദ്യയൊക്കെ ഉണ്ടു. അച്ചായും കുഞ്ഞും കൂടിയാണ് എല്ലാവർക്കും വിളമ്പി എല്ലാം സെറ്റാക്കി തന്നത്. അവരാണ് ആ ജോലി ഇന്ന് ഭയങ്കര കാര്യമായിട്ട് ഏറ്റെടുത്തത്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് പിള്ളേർ പിന്നെയും ഗെയിംസിലോട്ടൊക്കെ കടന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇതെൻ്റെ പല്ലവി, ഇതെൻ്റെ കുഞ്ഞമ്മൂട്ടി. 2 വീലറിൻ്റെ മുകളിലിരിക്കുന്ന വലിയ അമ്മൂട്ടിയും ഇതെൻ്റെ കുഞ്ഞമ്മൂട്ടിയും. എൻ്റെ ഡിറ്റോയാണെന്ന് എല്ലാവരും പറയും. അങ്ങനെ അവരവരുടെ സൈഡിൽ നിന്നുള്ളൊരു കളി നടക്കുന്നു. വിധുമോന്തേ തന്നെത്താനെ കളിക്കുന്നു. ആര്യമോള് പണ്ട് പല്ലവി കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഊഞ്ഞാലിൽ അവൾ പിന്നെയും കയറുന്നത് കണ്ടിട്ട് അത് വീടുൾപ്പെടെ തകർന്ന് താഴെ വീഴുന്ന പോലെ പ്രവീൺ കളിയാക്കുക. പിന്നെ ഒരു സൈഡിൽ കൂടെ അച്ചായുടെ ഗാനമേള നടത്തുന്നു. അച്ചായ്ക്ക് ഞങ്ങളൊരു വട്ടം വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ആ മൈക്ക്. പിന്നെ അച്ചായത് താഴെ വെച്ചിട്ടില്ല. പിന്നെ സ്റ്റാർ മേക്കറൊക്കെ കുഞ്ഞു ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അച്ചായുടെ മൊബൈലിൽ. അങ്ങനെ അച്ചായ പാട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഞങ്ങളിപ്പോൾ ചെന്നാലും വീട്ടിൽ പാട്ട് കച്ചേരിയാണ്. രസമല്ലേ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മുടെ പാരൻസ് ഇങ്ങനെ എത്ര സന്തോഷിക്കുന്നു. ഇനി കുറച്ച് നേരം നിങ്ങൾ അച്ചയുടെ പാട്ട് കേൾക്കും. ഓക്കെ. അങ്ങനെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ് ഞാനും ആര്യമോളും കൂടി വെളിയിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യമാണ് ഞങ്ങളുടെ ഔട്ടിങ്. പണ്ട് ഞാനായിരുന്നു അവളെ ബാക്കിൽ വെച്ച് കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് അവളാണ് എന്നെ 2 വീലറിൻ്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോയി. ഞങ്ങളിങ്ങനെ വെളിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ക്ലബ് സാൻഡ്വിച്ചും ഒരു ലെമണേഡും ഒക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോന്നു.